ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ക്ഷേത്ര ദർശനം നടത്താനും ശിവരാത്രി വ്രതം എടുക്കാനും സർവശക്തൻ അനുഗ്രഹം നൽകട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും മനസമാധാനവും ലഭിക്കട്ടെ എന്ന് ഞാനും സർവശക്തനോട് മഹാദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഈ വർഷത്തെ മഹാശിവരാത്രിയുടെ തലേ ദിവസം ശനി പ്രദോഷമാണ്. ശനിയാഴ്ചയും പ്രദോഷവും ചേർന്ന് വരുന്ന ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാന്റെയും നന്ദി ഭഗവാന്റെയും പൂജകളും അഭിഷേകങ്ങളും കാണുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ എന്നിവയുടെ കാഠിന്യം കുറയ്ക്കാനും ദോഷങ്ങൾ മാറാനും ശിവക്ഷേത്രത്തിലെത്തി പ്രദോഷം തൊഴുന്നത്, ശനിപ്രദോഷം പ്രത്യേകിച്ചും തൊഴുന്നത് വളരെ ഉത്തമമാണ്. നന്ദി ഭഗവാന്റെയും ശിവഭഗവാന്റെയും അഭിഷേകവും പൂജയുമൊക്കെ കണ്ടു തൊഴുന്നതും അഭിഷേകങ്ങളും വഴിപാടുകളും നടത്തുന്നതും വളരെ ഉത്തമമാണ്. ശനിദോഷം മാറും. തലേ ദിവസം പ്രദോഷ സന്ധ്യയിൽ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ തീർത്ഥം സേവിച്ച് വ്രതം ആരംഭിക്കണം. പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി പഞ്ചാക്ഷരി നാമജപത്തോടുകൂടി ഓം നമഃശിവായ എന്ന് ജപിച്ച് ഭക്തിയോടുകൂടി ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം. എല്ലാ ദുരിതങ്ങളും കടബാധ്യതകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും തീരാനും ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കാനും ശിവരാത്രി വ്രതം വളരെ ഉത്തമമാണ്. 7 ജന്മത്തെ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. സർവചരാചരങ്ങളും ശിവഭഗവാന് ഒരാപത്തും ഉണ്ടാകാതിരിക്കാൻ വിഷമുള്ളിലിറങ്ങാതിരിക്കാനും പ്രാർത്ഥിച്ചുവെന്നും ഒക്കെയാണ് ഐതിഹ്യം. ഈ കഥയിലൂടെ ശിവന്റെ ശക്തിയും കരുണയും നാം മനസ്സിലാക്കുന്നു. അതുപോലെ ശിവരാത്രി ദിനത്തിൻ്റെ പ്രാധാന്യവും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശിവരാത്രി വ്രതം എടുക്കുന്ന എല്ലാവരും ഈ കഥ അറിഞ്ഞിരിക്കുകയും വേണം. മക്കൾക്കും ഈ കഥ പറഞ്ഞു കൊടുക്കണം. എല്ലാ അമ്മമാരും അമ്മുമ്മമാരും കുട്ടികൾക്ക് ശിവരാത്രിയുടെ മാഹാത്മ്യവും ഈ സ്റ്റോറിയും പറഞ്ഞു കൊടുക്കണം. അവർക്കും ശിവഭഗവാനിൽ വിശ്വാസവും ഭക്തിയും ഉണ്ടാകും. ആയുസ്സും ആരോഗ്യവും ജീവിത ഉയർച്ചയും കുട്ടികൾക്കുണ്ടാകും. കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും പേരും നക്ഷത്രവും പറഞ്ഞ് കൂവളത്തില കൊണ്ട് അർച്ചന കഴിപ്പിക്കുന്നതും കുടുംബ ഐശ്വര്യമുണ്ടാകാൻ വളരെ ഉത്തമമാണ്. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ കഷ്ടപ്പാടുകളും കടബാധ്യതകളും രോഗദുരിതങ്ങളും മാറാനും മനസമാധാനവും കുടുംബൈക്യം ഉണ്ടാകാനും കുട്ടികളുടെ വിവാഹം നടക്കാനും ജോലി കിട്ടാനും എല്ലാ ആഗ്രഹങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാ ആഗ്രഹവും ക്ഷിപ്രപ്രസാദിയായ മഹാദേവൻ സാധിപ്പിച്ചു തരും. എല്ലാവർക്കും ശിവരാത്രി പുണ്യം ലഭിക്കുകയും ചെയ്യും. ശിവരാത്രിയുടെ കഥ ഇങ്ങനെയാണ്. പണ്ടൊരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃതിനായി പാലാഴി മഥനം ചെയ്യാൻ തീരുമാനിച്ചു. മന്ദരപർവ്വതം കടയാനുള്ള തുമ്പായും വാസുകി എന്ന സർപ്പം കയറായി അവർ ഉപയോഗിച്ചു. വർഷങ്ങളോളം നീണ്ട മഥനത്തിനൊടുവിൽ പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നത് കാളകൂട വിഷമായിരുന്നു. അതിൻ്റെ ഉഗ്രമായ ചൂടും പുകയും ലോകത്തെ മുഴുവൻ പൊള്ളിച്ചു. ദേവന്മാർ ഭയന്നു വിറച്ചു. ഈ അപകടം കണ്ടപ്പോൾ ദേവന്മാരും സർവചരാചരങ്ങളും ശിവനെ അഭയം പ്രാപിച്ചു. ശിവൻ കാളകൂട വിഷം എടുത്തു കുടിച്ചു. വിഷം ശിവന്റെ തൊണ്ടയിൽ തങ്ങി, കഴുത്ത് നീല നിറവുമായി. അങ്ങനെ ശിവൻ നീലകണ്ഠനായി. ഈ സംഭവം നടന്നത് ശിവരാത്രി ദിവസത്തിലായിരുന്നു എന്നാണ് വിശ്വാസം. ലോകത്തെ രക്ഷിക്കാനായിട്ടാണ് ശിവൻ വിഷം കഴിച്ചത്. ഈ മഹാത്യാഗത്തെ സ്മരിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. സർവചരാചരങ്ങളും ശിവഭഗവാന് ഒരാപത്തും ഉണ്ടാകാതിരിക്കാൻ വിഷമുള്ളിലിറങ്ങാതിരിക്കാനും പ്രാർത്ഥിച്ചുവെന്നും ഒക്കെയാണ് ഐതിഹ്യം. ഈ കഥയിലൂടെ ശിവന്റെ ശക്തിയും കരുണയും നാം മനസ്സിലാക്കുന്നു. അതുപോലെ ശിവരാത്രി ദിനത്തിൻ്റെ പ്രാധാന്യവും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശിവരാത്രി വ്രതം എടുക്കുന്ന എല്ലാവരും ഈ കഥ അറിഞ്ഞിരിക്കുകയും വേണം. മക്കൾക്കും ഈ കഥ പറഞ്ഞു കൊടുക്കണം. എല്ലാ അമ്മമാരും അമ്മുമ്മമാരും കുട്ടികൾക്ക് ശിവരാത്രിയുടെ മാഹാത്മ്യവും ഈ സ്റ്റോറിയും പറഞ്ഞു കൊടുക്കണം. അവർക്കും ശിവഭഗവാനിൽ വിശ്വാസവും ഭക്തിയും ഉണ്ടാകും. ആയുസ്സും ആരോഗ്യവും ജീവിത ഉയർച്ചയും കുട്ടികൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ അർത്ഥവും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് പഞ്ചാക്ഷര മന്ത്രത്തിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥമാണ് ഉള്ളത്. ഓം നമഃശിവായ, ഓം എന്ന് വച്ചാൽ ആത്മാവ്, ന കുറിക്കുന്നത് ഭൂമിയെ, മ വെള്ളം, ശി തീ, വാ വായു, യ ആകാശം എന്നിങ്ങനെയാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഓം നമഃശിവായ. ഓം നമഃശിവായ മന്ത്രജപം കൊണ്ട് ഈ പ്രപഞ്ചം വരെ നിശ്ചലമാവും.
അത്രയധികം ശക്തിയാർജിച്ച ശിവമന്ത്രമാണ് ഓം നമഃശിവായ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ജീവിതത്തിൽ നേരിടുന്ന സകല ദുരിതങ്ങളും ആദിയും വ്യാധിയും ശത്രുദോഷവും ബാധാദോഷവും മാറാനും ഈ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ 108, 1008 എന്നീ തവണ ജപിക്കുക. ജീവിതത്തിൽ നേരിടുന്നതായ എല്ലാ പ്രശ്നങ്ങളും മാറും. ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവർ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളുള്ളവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉറക്കമഴിയാൻ പറ്റില്ല, ക്ഷേത്ര ദർശനം നടത്താനും ചിലപ്പോൾ പറ്റില്ല. അവർക്കൊക്കെ വീട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന ഭക്തിയോട് നിറയെ പ്രാവശ്യം ജപിക്കുക. അതിന് അളവൊന്നുമില്ല, എണ്ണമൊന്നുമില്ല, എത്ര വേണോ ജപിക്കാം. എത്രത്തോളം ജപിക്കുമോ അത്രത്തോളം ശിവഭഗവാന്റെ അനുഗ്രഹവും കിട്ടും. എവിടെ ഇരുന്ന് ഏത് ദിക്കിലിരുന്ന് ജപിച്ചാലും ഭഗവാൻ കേൾക്കുകയും ചെയ്യും, നമുക്ക് പുണ്യം ലഭിക്കുകയും ചെയ്യും. നാമജപത്തിന് വളരെ ശക്തിയുണ്ട്. നമുക്ക് ഭക്തി മാത്രം ഉണ്ടായിരുന്നാൽ മതി. അതിപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നോ അവിടെ ഇരുന്ന് ജപിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. അത് വേണമെങ്കിൽ കഴിയുമെങ്കിൽ പോയാൽ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. കഴിയാത്തവർക്ക് പോകാൻ പറ്റൂല. അപ്പോൾ അവർക്കൊക്കെ വീട്ടിലിരുന്ന് ജപിച്ച് ശിവരാത്രി പുണ്യം നേടാവുന്നതാണ്. മൃത്യുഞ്ജയ മന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും അസുഖബാധിതർക്ക് വളരെ പ്രയോജനപ്പെടും. രോഗശമനം ഉണ്ടാകും, ആരോഗ്യവും ആയുസ്സും ഉണ്ടാകും, മരണഭയം ഉണ്ടാകില്ല, അവസാനം മോക്ഷവും ലഭിക്കും. ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ക്ഷേത്ര ദർശനം നടത്താനും ശിവരാത്രി വ്രതം എടുക്കാനും സർവശക്തൻ അനുഗ്രഹം നൽകട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും മനസമാധാനവും ലഭിക്കട്ടെ എന്ന് ഞാനും സർവശക്തനോട് മഹാദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുഷീയമാമൃതാത്. ഇതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇത് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിരിക്കാം. അറിഞ്ഞൂടാത്തവർ ഇത് നോക്കി ജപിക്കുക. എല്ലാവരും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണം.